കടലും കാടും മലകളും പിന്നിട്ട് 700 കിലോമീറ്ററിലധികം സഞ്ചരിച്ച ഒരു സൈക്കിൾ യാത്രയെക്കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ടൂർ ഓഫ് നീലഗിരീസിൻ്റെ 16ാം എഡിഷൻ്റെ ഭാഗമായി മംഗളൂരു മുതൽ ഊട്ടി വരെ ഒരു യാത്ര. വിദേശ രാജ്യങ്ങൾ നിന്ന പോലെ 100-ലേറെ സൈക്കിൾ റൈഡേഴ്സ് ഈ യാത്രയിൽ പങ്കെടുത്തു. മനോഹരമായ സുഖകരമായ യാത്രയെക്കുറിച്ച്. മംഗളൂരുവിൽ നിന്ന് തുടങ്ങിയ യാത്ര വിരാജ്പേട്ടും വയനാടും കടന്ന് ഊട്ടിയിലേക്ക് എത്തുമ്പോൾ പിന്നിട്ട ദൂരം 700-ലധികം കിലോമീറ്റർ. കടലും കാടും മലകളുമൊക്കെ പിന്നിട്ട യാത്രയിൽ പങ്കെടുത്തത് 100-ലധികം പേരാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പോലും ഈ യാത്രയുടെ ഭാഗമായി. ഇത് ടൂർ ഓഫ് നീലഗിരീസിന്റെ 16ാം എഡിഷൻ. അമേരിക്കയിൽ നിന്നുള്ള മലയാളികളടക്കം ഈ യാത്രയ്ക്കായി മാത്രം നാട്ടിലേക്കെത്തി. ഞാൻ അമേരിക്കയിൽ നിന്ന് വന്ന ഇതിനു വേണ്ടി വന്നതാണ്. ഞാൻ ഇവിടെ തിരുവനന്തപുരത്തെ കുടുംബ വീട്, എന്നിട്ടും അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് സൈക്കിൾ ഓട്ടാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഷിക്കാഗോന്ന് വന്നതാണ്. അതെ, അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രം അമേരിക്കയിൽ നിന്നുള്ളൂ. പിന്നെ ഒരുപാട് പേര് പല രാജ്യത്തു നിന്ന് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട്. 13കാരൻ മുതൽ പല പ്രായത്തിലുള്ളവരും ഈ യാത്രയുടെ ഭാഗമായി. സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ടൂർ മീൻസ് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു ലോങ് ടൂർ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 7 ഡേയ്സ് കൊണ്ട് നമ്മളൊരു 700 കിലോമീറ്ററിന് മുകളിൽ കവർ ചെയ്യുന്നുണ്ട്. അത് ഇത്ര എലിവേഷനാണ്. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇത് അവർക്കൊരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ വൈ നോട്ട്, അത്രേ ഉള്ളൂ. നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു നോർമൽ ഒരു സൈക്ലിസ്റ്റിന് ഇത് തന്നെ ഫിറ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു അപ്രോച്ച് തന്നെയാണ് ടൂർ ഓഫ് നീലഗിരിയുടെ. This year, what speciality is we have 100 riders this year, about 54 crew members. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദീർഘദൂര സൈക്കിൾ യാത്രയാണ് ടൂർ ഓഫ് നീലഗിരീസ്. സീ ടു സ്കൈ എന്നായിരുന്നു ഇത്തവണത്തെ യാത്രയുടെ മുദ്രാവാക്യം. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.